നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ടു ബി വെരി ഓണസ്റ്റ്, ഐ ഡോണ്ട് ഹാവ് മച്ച് ടു സേ റൈറ്റ് നൗ. ഹാർദിക് പാണ്ഡ്യയുടെ വാക്കുകളാണ് ഇതിലെല്ലാം ഉണ്ട്. മുംബൈയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിലെ ഓരോ വാക്കുകളിലുമുണ്ട്. ബുദ്ധിമുട്ടേറിയ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതും എടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ചില വമ്പന്മാർ പുറത്തേക്കോ എന്ന തോന്നൽ പോലും ഉണ്ടാകുന്നു. മുംബൈയുടെ അവസ്ഥ അതാണ്. മികച്ച താരങ്ങളുണ്ടെന്നേ, സൂപ്പർബായിട്ടുള്ള ബാറ്റർമാരുണ്ട്, അതിനൊത്ത ബൗളർമാരുണ്ട്. പക്ഷേ ഒന്നും ക്ലിക്കാവുന്നില്ല, ഒന്നും വേണ്ട വിധത്തിൽ വർക്കാവുന്നില്ല. PBKs എങ്ങനെ കുതിക്കുന്നുവോ അതിൻ്റെ നേർവിപരീതമായിട്ട് മുംബൈ ഇന്ത്യൻസ് വീണു പോകുന്ന കാഴ്ച. 195 റൺസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ അവർ അടിച്ചെങ്കിൽ അതിൻ്റെ കാരണം QDKയുടെ മിന്നും ഫോമാണ്. പിന്നെ നമാന്തിറിൻ്റെ 50 മറ്റാർക്കും മികവ് കാണിക്കാൻ പറ്റിയില്ല. ഹാർദിക് പാണ്ഡ്യയുടെ 14 കൂടി ഒഴിവാക്കിയാൽ പിന്നെ രണ്ടക്കമില്ല. സൂര്യയൊക്കെ എന്താണ് കാണിക്കുന്നത്, തിലക് എന്താണ് കാണിക്കുന്നത്? തീർച്ചയായിട്ടും വലിയ നിരാശയാണ്. 195 റൺസ് പിന്നെ ഡ്യൂ കൂടി ഉണ്ടായപ്പോൾ PBKസിന് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. എന്നാലും 3 വിക്കറ്റ് നഷ്ടത്തിൽ അവർ ഇത്ര വേഗം അത് ചേസ് ചെയ്യുമ്പോൾ മുംബൈയുടെ ബൗളിങ്ങിൻ്റെ കാര്യത്തിലും ക്വസ്റ്റ്യൻ ഉയരുകയാണ്. ബൂംറ വിക്കറ്റ് എടുത്തിട്ട് എത്രയാണെന്നറിയോ? ഈ IPL ഒരു വിക്കറ്റും ഇല്ല, 5 മത്സരം കളിച്ചു. കഴിഞ്ഞ സീസണിലെ ക്വാളിഫയർ കൂടി കൂട്ടി 6 കളികളായി ബൂംറയ്ക്ക് വിക്കറ്റില്ല. അപ്പോഴും അദ്ദേഹം ഇക്കണോമിക്കലി എറിയുന്നു എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അതും ഉണ്ടായില്ല. 4 ഓവറിൽ 41 അദ്ദേഹം വിട്ടുകൊടുത്തത്. ദീപക് ചാഹർ ഇപ്പോൾ ഫസ്റ്റ് ഓവറിലെ അദ്ദേഹത്തിൻ്റെ ഇക്കണോമിക് റേറ്റ് എത്രയാണെന്നറിയോ? 15 ഇന്നലെ 21 റൺസ് അടിച്ചത്. 2.3 ഓവറിൽ 45 കൊടുക്കുന്നു. ബോൾട്ട് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഇറക്കാത്തത്. എന്നിട്ടും ഒരു മാറ്റവും ഇല്ലാതെ പോവുകയാണ്. സോ ഇനി മുന്നിൽ ഇനി എന്ത് ചെയ്യണം? അതിനുള്ള ഉത്തരവാണ് ഇന്നലത്തെ ഹാർദിക് പാണ്ഡ്യയുടെ വാക്കുകളിലുള്ളത്. ടു ബി വെരി ഓണസ്റ്റ്, ഐ ഡോണ്ട് ഹാവ് മച്ച് ടു സേ റൈറ്റ് നൗ. ഇപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ ഡ്രോയിങ് ബോർഡിലേക്ക് തിരികെ പോകണം, എന്നിട്ട് എവിടെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കണ്ടെത്തണം. അത് ഇൻഡിവിജ്വൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, അത് ആസ് എ ഗ്രൂപ്പ് ടീം എന്ന നിലയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെ, ഇനി പ്ലാനിങ്ങിൽ വന്ന പ്രശ്നമാണെങ്കിൽ അങ്ങനെ അത് കണ്ടെത്തി തിരുത്തണം. വി വിൽ ജസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട് ആൻഡ് സീ വാട്ട് വി ക്യാൻ ഡു നെക്സ്റ്റ്. അത് ഫിഗർ ഔട്ട് ചെയ്ത് എന്താ പ്രശ്നമെന്ന് കണ്ടെത്തി അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കുകയാണ് ഇനി വേണ്ടത്. കണ്ടോ നിങ്ങൾ, ആകെ വല്ലാത്തൊരു നിരാശ അവസ്ഥയിലാണ്. അതാണ് ഈ വാക്കുകൾ ഇങ്ങനെ. പ്ലാനാണോ പ്രശ്നം എന്നറിയില്ല, ഇൻഡിവിജ്വൽസിൻ്റെ പ്രശ്നം എന്നറിയില്ല, ടീം എന്ന നിലയിലുള്ള കോമ്പിനേഷൻ്റെ പ്രശ്നം എന്നറിയില്ല. പ്രശ്നം എവിടെയാണെന്ന് പിടിവ് കിട്ടുന്നില്ല. ഇനി വീണ്ടും ബേസിക്സിലേക്ക് മടങ്ങിപ്പോയിട്ട് അസസ് ചെയ്തിട്ട് പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയിട്ട് തിരികെ വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ നോക്കിയിട്ട് ഈ സീസൺ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാം. അതാണ് വാക്കിൻ്റെ അർത്ഥം. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഐ തിങ്ക് വി നീഡ് ടു സീ. ഞങ്ങൾ ചില ഡിഫിക്കൽട്ട് കോൾസ് എടുക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടോ, അതല്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണോ വേണ്ടത്, കാര്യങ്ങൾ മാറ്റിമറിക്കാൻ എന്ത് ചെയ്യണം, അതാണ് ഇപ്പോൾ ഞാൻ ഉറ്റു നോക്കുന്നത്. കണ്ടോ നിങ്ങൾ, ഡിഫിക്കൽട്ട് കോൾ എന്തായിരിക്കും? വമ്പൻ താരങ്ങളെ പുറത്തിരുത്തുവോ? സൂര്യയെ പുറത്തിരുത്തുവോ? തിലകിനെ പുറത്തിരുത്തുവോ? വിക്കറ്റില്ലാത്ത ബൂംറയെ മാറ്റേണ്ടി വരുമോ? ബിഗ് കോൾസ് എടുക്കേണ്ടി വന്ന അതുകൂടി നോക്കേണ്ടതുണ്ട്. ഇത് സം ഹാഷ് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഞങ്ങൾ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ഓണർഷിപ്പ് ഹാസ് ടു ബി ടേക്കൺ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സോ മുംബൈയുടെ അവസ്ഥ പരിതാപകരമാണ്. വീഡിയോ അവസാനിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.